മകളെ കേശുടാ, കേശു. അങ്കിളെ, അങ്കിൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? അങ്ങളെ എന്റെ സ്വഭാവം മാറുന്നതിന് വീട്ടിൽ ഇറങ്ങിപ്പോട്. അങ്ങളെ വീട്ടിൽ കേട്ടില്ലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ ആരും എന്നെ വിളിച്ച് കയറ്റിയല്ല, ഞാൻ കയറിയതല്ലേ. അങ്ങളെ ഇറങ്ങി പോ അങ്ങളെ. എന്തോന്ന് നിങ്ങൾ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ പോയിക്കാന്ന്. നീ എന്നെ തള്ളി വെളിയിലാക്കണോടാ. ഇപ്പൊ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ തള്ളി വെളിയിലാക്കും. കേശു മിണ്ടായടാ, പുള്ളിക്കാരൻ അല്ല അങ്ങള് പൊക്കോളൂ. പോയില്ലെങ്കിൽ തള്ളി പുറത്താക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ കഴിപ്പിലാണ്. ഈ അങ്കിളും ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. ഡേയ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാടേ, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പം ഞാൻ വിശന്നപ്പോൾ ആ ജംഗ്ഷനിലെ ചായക്കടയിൽ കയറി. വിശന്നിരിക്കുകയായിരുന്നു. ചെന്ന് ഒരു 2 പൊറോട്ടയും കുറച്ച് സാമ്പാറും ഒഴിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എനിക്ക് നിങ്ങളാരും ഓർമ്മ വന്നു. അയ്യോ പിള്ളേർ അവർ രാവിലെ വല്ലതും കഴിച്ചാണോ എന്ന് ആലോചിച്ച് വിഷമിച്ച് ഞാൻ അവിടുന്ന് 10 പൊറോട്ടയും 3 ബീഫ് ഫ്രൈയും വാങ്ങിച്ച് ഇത് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഞാൻ പോട്ടെന്നാ. ഞങ്ങൾക്ക് അങ്ങളെ ഫുഡ് വേണ്ട. അങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് കഴിച്ചാൽ മതി. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വഴിയിൽ വെച്ച് ഞങ്ങൾ കാണുവാണെങ്കിൽ നോക്കി ചിരിക്കാൻ വേണ്ട. ഞങ്ങളോട്ട് അങ്ങനെ മൈൻഡ് ചെയ്യത്തുമില്ല. വഴി വെച്ച് കണ്ടാലും ഞാൻ മുഖത്ത് നോക്കി ചിരിക്കണില്ലെന്ന് പറയണില്ല. ചിലപ്പോൾ ചിരിക്കും, പക്ഷെ അത്ര ബന്ധം മതി. ഇനി അതിൽ കൂടുതലുള്ള ബന്ധം വേണ്ട. നിങ്ങൾ പോവാൻ നോക്ക്. ഞാൻ പോവാം. പണ്ട് ഒരു 8-10 വർഷമായി കാണും, ഒരു കോരി ചൊരിയണ മഴ ഇതുപോലെ. ഞാൻ അങ്ങനെ വാഴക്കാലിൽ നിന്ന് ഇങ്ങനെ നടന്ന് പെട്ടെന്ന് മഴ പെയ്ത്. ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ചെറിയ കടത്തിനെ കയറി അങ്ങനെ ഒതുങ്ങി നിന്നപ്പം ഒരു മനുഷ്യൻ, പിന്നെ മഴ പെയ്തേ, ഒരു മനുഷ്യൻ അങ്ങനെ നടന്നു പറഞ്ഞ് അങ്ങനെ ചുറ്റും നോക്കണുണ്ട്. നോക്കിയപ്പം അയാളുടെ മുഖത്തൊക്കെ ഒരു ദൈന്യത. ഞാൻ ഇങ്ങനെ ഹലോ ഇനി വരണം എന്ന് പറഞ്ഞു. അയാളിങ്ങനെ നോക്കി വരണം എന്ന് പറഞ്ഞു വന്ന്. അപ്പോൾ എനിക്ക് എന്ത് മാഷേ എന്ന് വെച്ച്. ഞാൻ എന്താണ് നിങ്ങളെ മുഖം കണ്ടിട്ട് വല്ലായിരിക്കുന്നല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ ഈ മഴയത്ത് അലഞ്ഞിരിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ വാടക വീട്ടിലാണ് കിടക്കണത്. ഇപ്പം വാടക കൊടുക്കാല്ല, അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് വെളിയിലാക്കി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വാടക വീടൊന്നും എനിക്കൊന്ന് ഒപ്പിച്ച് തരുമോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ നനനെന്തിനു മാഷേ വരണം എന്ന് പറഞ്ഞ് ഞാൻ കൂടെ നടന്ന് നമ്മളിവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി. എനിക്ക് പരിചയമുള്ള ആരെയും ഞാൻ വിളിച്ച് വീട് സെറ്റ് ചെയ്ത് ആ കക്ഷിക്ക് സന്തോഷമായി. അയാൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ വീട് കണ്ടുപിടിച്ച് കൊടുത്ത ആൾ ഞാൻ ബാസി. ആ വീട് എടുത്തായിരുന്നറിയാം, അതാണ് നിങ്ങളെ അച്ഛൻ ബാലു. ആ വീട്ടിനകത്താണ് നിങ്ങളിപ്പം നിൽക്കുന്നത്. ശിവ, നീ അന്ന് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞതോ കാണൂല. അതെന്തോ അത് ആയിക്കോട്ടെ. ഇത് ഇത്ര ഇവൻ പൊടിക്കുക ഇത്ര ഉണ്ടെന്ന് തോന്നുന്നു. നീ ഇവിടെ നിന്ന് തത്തള പുത്തള സംസാരിക്കില്ല. അത്ത എന്തൊക്കെ പറഞ്ഞോണ്ട് പോവും നീ. ഇവൻ്റെ കാര്യം പറഞ്ഞോണ്ടല്ലോ, ആ ഓടി വന്ന് കീറിയ നിൽക്കൊണ്ട് അവിടെ വന്ന് നിൽക്കും ആ ഗേറ്റിൻ്റെ അവിടെ. എന്നിട്ട് ഇങ്ങനെ വഴിക്കണ്ണോട്ട് നോക്കും. എന്തിനാണ് അങ്ങള് പറഞ്ഞാൽ പോകണമെന്ന് നോക്കണത്? മുട്ടായി വാങ്ങിച്ചോണ്ട് കൊടുക്കുമല്ലോ. മുട്ടായി വാങ്ങിച്ചോണ്ട് കൊടുക്കണത് സന്തോഷത്തിൽ അയ്യോ ബാസിയങ്ങളെ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്നവനാണ് യവൻ. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അങ്ങള് പറഞ്ഞൊക്കെ ശരിയാണ്. എടേ, നിങ്ങൾ പലതും മറക്കും, പക്ഷെ ബാസി മറക്കൂല. അതാണ് ഞാൻ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എടേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അച്ഛൻ എത്ര പ്രാവശ്യം എൻ്റെ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടാ? അതിന് പറ്റിച്ചിട്ടില്ലേ? എടാ നീ മറ്റേ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി നീയും അച്ഛനും കൂടെ നടന്നപ്പോൾ അച്ഛൻ പൈസ കൊടുക്കണമെന്ന് വന്നപ്പം പൈസ തന്നവനല്ലടാ ഈ ബാസി മാമൻ. അതിന്റെ ബാക്കി പൈസ കുറച്ചെങ്കിലും നീ ഇപ്പോൾ എനിക്ക് തിരിച്ചു തരായില്ലേ വിഷ്ണു? ഉണ്ടായില്ലേ? കുറച്ചുണ്ട്. ഉണ്ടല്ല. ഭാഗ്യം, നിനക്ക് ഓർമ്മയുണ്ടല്ല. ഇടേ, മനുഷ്യനാണ്, കൊടുക്കലും വാങ്ങലും ഇത് സഹജമാണ് മക്കളെ. നിങ്ങൾക്കറിയാല്ലേ, അങ്ങളിന് ആരുമില്ല, അച്ഛയില്ല, അമ്മയില്ല, പണമില്ല, പ്രതാപമില്ല, ഭാര്യ മക്കളും പോലും കൂടെ ഇല്ല. സത്യം പറഞ്ഞ അനാഥനാണ് ഞാൻ. നിങ്ങളെയൊക്കെ ഉണ്ടല്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ കണ്ടുപോയടാ. മക്കളെ പോലെ അറിയാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പോയി. നിങ്ങൾ വേണമെങ്കിൽ ഇതെടുത്ത് കഴിക്കണം, വേണമെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ പാറവിടെ കൊണ്ട് കളഞ്ഞാൽ മതി. പാറവിടെ എന്ത് ആരും അറിഞ്ഞൊന്നുമില്ല. എന്തിനറിയണം? ഫുഡ് എന്ത് ചെയ്യണം? ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. ശിവ, അല്ല, നമുക്ക് ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി പാറമട കളഞ്ഞാലോ? ആഹാരമാണ്, ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി പാറമടയിലൊന്നും കളയാനൊന്നും പറ്റില്ല. കഴിക്കുന്നെങ്കിൽ മൊത്തം കഴിക്കണം. ഞാൻ കഴിക്കൂല, ചിലപ്പോ അത് വിഷം കാണും. കഴിക്കാം. പ്ലേറ്റ് എടുക്കും.
ബാസിയുടെ അടുത്താണ് കളി. ബാലു